അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ. ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയാലോ. ഫൗസി സ്ട്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ 6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വരഞ്ഞെടുക്കാം. അതിലേക്ക് നമുക്ക് 50 ഗ്രാം തൈരും 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും ആവശ്യത്തിനൊപ്പം 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 1 ടേബിൾ സ്പൂൺ ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഈ അരപ്പ് ഈ ചിക്കനിലോട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്ക് എയർ ഫ്രയറിൽ ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ തേച്ചതിന് ശേഷം നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂണോളം ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ബട്ടറാണേലും ഉപയോഗിക്കാം. ബട്ടറാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒലിവ് ഓയിലാണ് നല്ലത്. ഇനി ഞാനിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇത് പുറത്തെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരല്പം ഒലിവ് ഓയിലും ഒറിഗാനോയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ അടിപൊളി ചിക്കൻ ബേക്ക് ചെയ്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോരുത്. പുറമൊക്കെ നല്ല മുരിഞ്ഞതും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെയും അസ്സലാമ ബായ്.